الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقوله تعالى ولينصرن الله من ينصره إن الله لقوي عزيز الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അന്ന തുബിഅത്തുൽ ഹയാത്ത്, ജീവിതത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് അത് മുതഖല്ലബും മിൻ ഹാലിൻ ഇലാ ഹാൽ, ഒരു അവസ്ഥയിൽ നിന്ന് സദാ മറ്റൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഫാക്റ്റ് ഇടയ്ക്കിടയ്ക്ക് സത്യവിശ്വാസികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം എന്താണ്? ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലാണോ നമ്മൾ, ആ അവസ്ഥയിൽ അതിന്റെ മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതിനെ നമുക്ക് പ്രസന്റിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ എന്തിലാണോ അത് എന്നും അങ്ങനെയാവുമെന്നൊരർത്ഥത്തിലായി പോകും. സുഖസൗകര്യങ്ങൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അതുണ്ടാവാറില്ല. ചില ബിസിനസ് പ്ലാനർമാരുടെ കുറിച്ച് പോലെ, ഏതുപോലെ ഒരു ബിസിനസിന്റെ ഐഡിയ അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലാഭത്തിന്റെ പ്രസന്റേഷനും അതിന്റെ ഗ്രോത്തും അവരുടെ കണക്കുകളിൽ ഉണ്ടാകും. പക്ഷേ ഒരു ബുദ്ധിശാലിയായ ഒരു കച്ചവടക്കാരൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ്, അവൻ ഒരു പ്രോഫിറ്റ് സാധ്യതകളെ കുറിച്ച് ഉണ്ടാക്കുന്ന പ്ലാൻ പോലെ തന്നെ മറ്റൊരു കോളുണ്ടാകും. അവിടെ ലോസ്റ്റ് ഉണ്ടാവാം, അതും അതിന്റെ ഒരു സാധ്യതയാണ്. ഇതുപോലെയാണ് ജീവിതത്തിന്റെ ഹാൽ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഉറച്ച ചിത്രം മനുഷ്യന്റെ മുമ്പിലില്ലാത്തപ്പോഴാണ് അതിക്രമത്തിന് സൗകര്യങ്ങളും അധികാരങ്ങളും കയ്യിലുണ്ടാകുമ്പോൾ ദുൽമ് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോ ജീവിതം തന്നെ മതി എന്ന് തീർക്കാൻ ആളുകൾ വിചാരിച്ചു കളയുന്നത്. നിങ്ങൾ നോക്കി, എത്ര ആത്മഹത്യകളുടെ വാർത്തകളാണ് വിവരമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടു, ഏക മകൻ രോഗിയായി മരിച്ചുപോയതിന്റെ പേരിൽ നല്ല ആരോഗ്യവാന്മാരായ 2 മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു കളഞ്ഞു. എന്താവാ, നീറ്റ് പരീക്ഷയിൽ ലീക്ക്, ചോർച്ച, ചോദ്യപേപ്പർ ചോർച്ചയുടെ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചാകാലമാണ്. 20ഓളം കുട്ടികളാണ് സഹോദരന്മാരെ ആത്മഹത്യ ചെയ്തു കളഞ്ഞത്. അഥവാ ഇതല്ലാത്ത മറ്റൊന്ന്, മറുപക്ഷം എന്ത് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ജീവിതം മഖ്ലൂബാണ്, അത് മുതഖല്ലബാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോകും. അത് അറിയേണ്ടവരാണ് സത്യവിശ്വാസികൾ. ഒരു അവസ്ഥയും ദവാമുൽ ഹാലി മുഹാലിൻ എന്നൊരു പ്രയോഗമുണ്ട് അറബിയിൽ. ഒരു അവസ്ഥയും അത് നിലനിർത്തുകയില്ല. മറിച്ച് മനുഷ്യന് നന്മ കൊടുത്തുകൊണ്ടും പ്രയാസം കൊടുത്തുകൊണ്ടും മനുഷ്യനെ അല്ലാഹു എന്തു ചെയ്യും? പരീക്ഷിക്കും. ഒരു അറബിയിൽ ഒരു കവിതയുണ്ട്, സമാനിയതുൻ തജ്രി അലൻ നാസി കുല്ലിഹിം വലാ ബുദ്ദ ലിൽ ഇൻസാനി യൽക സമാനിയ. 8 കാര്യങ്ങൾ
അത് കണ്ടുമുട്ടാതെ ഒരാൾക്കും ഒരു ജീവിതവും ഒഴുകിപ്പോവുകയില്ല. സുറൂറുൻ വഹുസ്നുൻ വജ്തിമാഉൻ വഫിർഖത്തുൻ വയുസ്റുൻ വഉസ്റുൻ സുമ്മ സുഖുമുൻ വആഫിയ. അതൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത പ്രതലങ്ങളാണ്. എന്താണ് സുറൂറുൻ വഹുസ്നുൻ? സന്തോഷവും ദുഃഖവും, സംഗമവും വേർപിരിയലും, എളുപ്പവും പ്രയാസവും. അതേപോലെ സഖ്മുൻ വആഫിയ, രോഗവും ആരോഗ്യവും. ഇതൊക്കെ മാറി വരും. സഹോദരന്മാരെ, ഈ മാറ്റത്തിന്റെ ഒരു അവസ്ഥയാണ് മനുഷ്യൻ സമാധാനത്തിന്റെ കാലത്തിലൂടെ കടന്നു പോകും എന്നതുപോലെ തന്നെ വഹുവ യദുർ ബിഹാലിൽ ഹർബ്, യുദ്ധത്തിന്റെ കാലാവസ്ഥയിലൂടെയും കടന്നു പോകും. അത് സുന്നത്തുല്ലാഹി ഫി ദുനിയ, ദുനിയാവിൽ അങ്ങനെ തന്നെയാണ്. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ആളുകൾക്കിടയിൽ ദിവസങ്ങളുടെ അവസ്ഥകളെ അള്ളാഹു ആ നിലക്ക് മാറ്റിക്കൊണ്ടിരിക്കും. നമുക്കറിയാം വദുറൂഫ്, ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭം. ഫൽ ഹർബു മക്റൂഹത്തുൻ മദ്മൂഹുല, നമുക്കൊന്നും ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ലാ യുസാറു ഇലൈഹാ ഇല്ലാ ഇസ്തിറാറ, അത് നിർബന്ധിതമായിട്ടാണ് നമ്മെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. ഹിമായത്തൽ ലിദ്ദീനി വല്ലൻഫുസി വല്ലംവാലി വല്ലൗതാൻ, എന്തിനു വേണ്ടിയാണ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ സാധിക്കാത്തത്? അത് മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തിനെയും അഭിമാനത്തിനെയും സമ്പത്തിനെയും രാജ്യത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി ഒരിക്കലും ഒരു ശത്രുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കരുത്. എത്ര വലിയ പ്രിപ്പറേഷൻ, എത്ര വലിയ ശക്തി നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ പോലും ഒരാളോട് പ്രതികാരം ചെയ്യാൻ എനിക്കൊരു ഇരയില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. വ്യക്തി ജീവിതത്തിൽ പോലും വിചാരിക്കാൻ പാടില്ല. لا تمن الضعفاء أو انتقام أو عدو. قال رسول الله صلى الله عليه وسلم أيها الناس لا تمنوا لقاء العدو. നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. വസലുല്ലാഹിൽ ആഫിയ, എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ ഫൈദാ ലഖീതുമൂഹു, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ഫസ്ബിറു, നിങ്ങൾ ക്ഷമയോടെ നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം. ആ കാലിനടിയിലെ മണ്ണ് ഇളകാതെ ഉറച്ചു നിൽക്കണം. കാരണം വഅലമു അന്നൽ ജന്നത തഹ്ത ദിലാലിസ് സിയൂഫ്, സ്വർഗം അത്തരം സന്ദർഭങ്ങളിൽ ആ പോരാളികളുടെ കൈകളിലെ ആയുധത്തിന്റെ തണലിനടിയിലാകുന്നു. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഏത് ഭയത്തിന്റെ അവസ്ഥയിലും തഫാഉൽ, ഒപ്റ്റിമിസ്റ്റിക്, ശുഭപ്രതീക്ഷ, അതും കൊണ്ട് നിറക്കേണ്ടവനാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം. ഖുനൂത്ത് ഉണ്ടാകാൻ പാടില്ല, നിരാശ അവനെ ഒരിക്കലും പിടികൂടാൻ പാടില്ല, നിരാശയുടെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. ഏത് നിർണായക ഘട്ടത്തിലും അതിനപ്പുറത്തുള്ള ഒരു പ്രഭാതത്തെ കുറിച്ച്, ഏതൊരു പ്രയാസത്തിന്റെ കൂരിരുട്ടിലും ശേഷം വരാനിരിക്കുന്ന ഒരു ഫലക്കിനെ കുറിച്ച്, ഒരു സബാഹിനെ കുറിച്ച്, ഒരു പ്രഭാതത്തെ കുറിച്ചാണ് പറയേണ്ടത്. ഹകദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശിദ്ദത്തിൽ ഖൗഫ്. ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും പ്രവാചകൻ തന്റെ അനുയായികൾക്ക് അതാണ് കൊടുത്തത്. കാരണം ഇന്നല്ലാഹ അസീസ്, ഇന്നല്ലാഹ ഖവി, ഇന്നല്ലാഹ ജബ്ബാർ. അല്ലാഹു ആരാണ്? അല്ലാഹു ഖവിയാണ്, ജബ്ബാറാണ്. അവന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. അത് ചരിത്രമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന്, അവർ ന്യൂനപക്ഷങ്ങളായ കാലത്ത്, കഠിനമായ പീഡനങ്ങൾ ഏർക്കുന്ന ഒരു കാലത്ത് റസൂൽ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂൽ അവിടെ ഇരിക്കുകയാണ്. എന്തിനാണ്? യാ റസൂലല്ലാഹ് അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഈ കഠിനമായ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പൊ എന്താ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത്? ലഖദ് കാന മിൻ ഖബ്ലികും ലയുംശതു ബിബശ്ദിൽ ഹദീദി മാ ദൂന ഇളാമിഹി മിൻ ലഹ്മിൻ അഅസബിൻ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നുകൊണ്ട് ജീവനോട് അവന്റെ ശരീരത്തിൽ വാർന്ന് അവന്റെ മജ്ജയും അവന്റെ മാംസവും വേർപെടുത്തുന്ന രീതിയിൽ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ നിർത്തി മുറിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരെ അവരുടെ ദീനിൽ നിന്ന്, മതത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളഞ്ഞിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, എന്ത്? വലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ, അല്ലാഹുവിന്റെ ഈ ദീനിന്റെ നിർഭയത്വം അത് അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത്ത്,
യമനിലെ സന മുതൽ ഹളറമൗത്ത് വരെ നിർഭയനായി പട്ടിയെ വഴിയോരങ്ങളിലെ നായ്ക്കളെ പേടിക്കാതെ, നായ്ക്കളെ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാതെ നടക്കാനും കഴിയുന്ന ഒരു കാലം ഈ ദീനിന് വരുന്നത്. എന്നാ പറയുന്നത്? ന്യൂനാപക്ഷമായി നിൽക്കുന്ന നേരത്ത്. എന്നാ പറയുന്നത്? ന്യൂനാപക്ഷമായി നിൽക്കുന്ന നേരത്ത്. മാത്രമല്ല, ഇസ്ലാമിനെ വെറുത്ത ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് റസൂൽ അവർക്ക് കൊടുത്ത വാഗ്ദത്തത. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നസ്രാനിയായിരുന്നു അദ്ദേഹം നബിയെ കണ്ടുമുട്ടി. നബിയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോവുക. അപ്പൊ നബിയോ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കറിയാം എന്താ ഇസ്ലാം സ്വീകരിക്കാത്തത്. ഇന്നി അഅലമു മല്ലദി യംനഉക മിനൽ ഇസ്ലാം തഖൂൽ ഇന്നമ തബഉ വഅഫ്നാസ്. ഇവരുടെ കൂടെ ആരാള്ളത്? മുഹമ്മദ് നബിയുടെ കൂടെ ആരാള്ളത്? വളരെ വഈഫായ മനുഷ്യന്മാരാണുള്ളത്. അതുകൊണ്ടല്ലേ? എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഫവല്ലദി നഫ്സി ബിയദി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ തഖ്റുജൽ ലഈനതു മിനൽ ഹീറതി ഹത്താ തതൂഫ ബിൽ ബൈതി ഫീ ഗൈരി ജിവാരി അഹദിൻ. ഒരു പെണ്ണെ ഇറാഖിലെ അങ്ങേയറ്റത്തെ ഹീറയിൽ നിന്ന് നടന്നു വന്ന് ഒരാളും അവർക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാതെ ഇടത്തും വലത്തും ബ്ലാക്ക് ക്യാറ്റുകളില്ലാതെ ഈ വീട് അള്ളാഹുവിന്റെ ഭവനം തവാഫ് ചെയ്തു പോകുന്ന ഒരു ദിവസം ഈ ദീനിന് വരും. നിനക്കറിയോ? തീർന്നില്ല. വലയുഫത്തഹന്ന കുനൂസു കിസ്റ. കിസ്റ ബിൻ ഹുർമുസ് അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യമാണ്. ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഖജനാവുകൾ, നിധിയുടെ ഖജനാവുകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. വഖുൽതു കിസ്റ ബിൻ ഹൈസർ ഹുസൈം. ആ കിസ്റയോ? അല്ലാഹു നഅം കിസ്റ ബിൻ ഹുർമുസ് വലയുബ്ദിലന്നൽ മാൽ ഹത്താ ലാ യുഖ്ബലു വഹദ്. അന്ന് അതിലെ സമ്പത്തുകൾ ചെലവഴിക്കും, ആർക്കും വേണ്ടി വരില്ല. അത്ര ഒരു കാലം ഈ ദീനിന് വരും. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൊടുത്ത തഫാഉൽ. അതാണ് അവർക്ക് കൊടുത്ത അമൽ. കാരണം എന്താണ്? എല്ലാ മിഹ്നയും മിൻഹയിലേക്ക് മാറാനുള്ളതാണ്. അതൊരു അറബിയിലൊരു പ്രയോഗ. മിഹ്ന എന്ന് പറഞ്ഞാൽ പരീക്ഷ, മിൻഹ എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പാണ്, സമ്മാനങ്ങളാണ്, അനുവദനീയങ്ങളാണ്. ആ പരിവർത്തനത്തിൻ്റെതാണ്. അങ്ങനെ ഒരു പരിവർത്തനമുണ്ടെന്ന് തിരിച്ചറിയേണ്ടവരാണ് മുസ്ലിം സഹോദരന്മാരെ. ഒരു കാലത്തും അതുകൊണ്ട് തന്നെ നിരാശ, ഞാൻ എന്താകും, എന്റെ മക്കൾ എന്താകും, എന്റെ ശമ്പളം നിർന്നുപോയാൽ എന്താകും, അടുത്ത കൊല്ലം ഫ്ലൈറ്റുകളൊക്കെ ഒരാഴ്ചത്തേക്ക് മുടക്കി കുട്ടികളുടെ യാത്ര മുടങ്ങി എന്താകും, അതിനപ്പുറത്തൊക്കെ പലതുണ്ട്. അതിനപ്പുറത്തൊക്കെ ഇനിയും പലതുണ്ട്. അസാ അൻ തക്റഹു ശൈഅ, നിങ്ങൾ വെറുക്കുന്ന പലതും അത് നിങ്ങൾക്ക് ഖൈറാവും. അത് വന്നിട്ടേ നിങ്ങൾക്ക് തിരിച്ചറിയൂ. അതുകൊണ്ട് അള്ളാഹ്ക്ക് പറയാനുള്ളത്, മനുഷ്യരെ, ഏതൊരു സന്ദർഭത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടേതല്ലാത്തൊരു കാലത്ത്, നിങ്ങളുടെ കൈകളിൽ നിയന്ത്രണമില്ലാത്തൊരു കാര്യത്തിൽ തവക്കുൽ അലല്ലാഹ് വസ്ബിർ ബിവമാ സബ്റുക ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സബ്ർ ചെയ്യണം. വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ലൈകിം മിമ്മാ യംകുറൂൻ. ശത്രുക്കളുടെ ഒരു കുതന്ത്രങ്ങളുടെ വിഷയത്തിലും നിങ്ങൾക്ക് നിരാശയുണ്ടാകാൻ പാടില്ല. അള്ളാഹു കാണുന്നുണ്ട്. വല്ലാഹു ഷഹീദ്, അള്ളാഹു ഷഹീദാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമുക്ക് അനുവദിക്കപ്പെട്ട സമാധാനത്തിന്റെ സൗകര്യങ്ങളുടെ കാലത്ത് അതിനെ 100% ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്തിസ്മാർ ഫുർസത്തക്, നിന്റെ ഉംറ്, നിന്റെ അവസരം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അൽ ഗദു ഫി യദില്ലാ, ബുക്ര, നാളെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അതെന്ത് ചെയ്യാനും കഴിവുള്ളവനാണ് അവൻ. അതിനെ പ്രഭാതത്തിന്റെ വെളിച്ചമാക്കാനും ഇരുട്ടിന്റെ രാത്രിയുടെ ഇരുട്ടാക്കാനും കഴിവുള്ളവനാണ്. നീ അതിൽ പങ്കാളിയല്ല. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അള്ളാഹു നൽകിയ അവസരങ്ങളെ
പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സഹായിക്കും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. പക്ഷേ ആരെ? മൻ യൻസുർ, ആരെയാണ് അള്ളാഹു സഹായിക്കുക? അൽ മുഅ്മിനീനാണ്. മുഅ്മിനീൻ, അൽ മുത്തഖീൻ, അൽ മുസ്ലിമീൻ, അള്ളാഹുവിനോട് സമർപ്പണം കാണിക്കുന്നവൻ. അതുകൊണ്ട് വതഖറബു ഇലൈഹി ഇലാ മാ യുഹിബ്ബു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതിലേക്കാണ് നമ്മൾ നമ്മുടെ അവസരങ്ങളെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിന്റെ കിതാബ് നമ്മുടെ മുമ്പിലുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് അറിഞ്ഞ് അതിന്റെ തെളിമയിലും അതിന്റെ നീർജലങ്ങളിൽ നിന്ന് കുടിച്ചും പോഷകം നേടിയും ഈമാനും തവക്കുലും ഇബാദത്തും താഅത്തും ബിർറും വിശ്വാസവും ബരമേൽപ്പിക്കലും ആരാധനയും പുണ്യം ചെയ്യലും നിരന്തരമായ പഠനവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിന്റെ മുകളിൽ ബോംബുകൾ വന്ന് വീഴുന്നു, അതിരുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ രാജ്യം നമ്മുടെ സമാധാനത്തിന് ഒരു ഭംഗവും വരുത്തുന്നില്ല. ഹഫിളഹുമുല്ലാഹ്. ആ ആളുകൾ നമ്മൾ എത്ര നിർഭയമായിട്ടാണ് സൈറൺ മുഴങ്ങുമ്പോഴും നമ്മൾ വണ്ടി ഓട്ടി പോകുന്നത്. ലോകത്തെ ഏറ്റവും പവർഫുൾ രാജ്യങ്ങൾ സൈറൻ കേൾക്കുമ്പോഴേക്കും ബാങ്കറുകളിലേക്ക് ഓടുകയാണ് അവർ, ആണും പെണ്ണും. പക്ഷെ എന്താ കാരണം? അള്ളാഹുവിനുള്ള തവക്കുൽ നമുക്ക് വേണ്ടത് അവിടെയാണ്. അള്ളാഹുവിന്റെ ദീനിനോടുള്ള നമ്മുടെ ബന്ധം എന്താ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന ആളുകൾ ഇവ പറയാ, ഈ ഫർവാരിയയിൽ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ, സെമിനാറിന്റെ അടുത്ത് നടക്കുന്ന പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചയും മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഖുർആൻ എഴുതാനും ഓതാനും തിലാവത്തും എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോയിരിക്കാൻ പറ്റാത്തവർക്ക് ബുധനാഴ്ച 9 മണി മുതൽ ഓൺലൈൻ